ഞങ്ങളുടെ നാട്ടില് അന്ന് എന്റെയൊക്കെ കുട്ടിക്കാലത്ത് ഇങ്ങനെ പല വീട്ടില് സഹായത്തിനൊക്കെ പോകുന്ന ജോലിക്ക് പോകുന്ന ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ വീട്ടിലൊന്നും വരാറില്ല, പക്ഷെ ഇടയ്ക്ക് പോണ പോക്കിൽ എൻ്റെ അമ്മയോട് വർത്താനം പറയാറുണ്ട്. അപ്പോൾ പുള്ളിക്കാരത്തി ഒരു 7 മണിയാകുമ്പോൾ പണിക്ക് പോയാൽ ഒരു വീട്ടിൽ പോയി നിലമൊക്കെ തുടച്ച്, അടുത്ത വീട്ടിൽ പോയി നിലമൊക്കെ തുടച്ച്, അടുത്ത വീട്ടിൽ പോയി നിലമൊക്കെ തുടച്ച് ഇങ്ങനെ വരും. അപ്പം ആദ്യത്തെ വീട്ടിൽ പോയപ്പോൾ അവിടെ രംഗോലി എന്നെങ്ങാണ്ട് പറഞ്ഞൊരു പരിപാടി നടക്കുകയാണ് രാവിലെ ദൂരദർശനിൽ. അത് കണ്ടു. അടുത്ത വീട്ടിൽ ചെന്നപ്പോൾ വേറെ ഏതോ ജെയിൻ റോബോട്ടോ എന്തോ ഒരു സീരിയൽ കണ്ടു. ഒരു 10:30 മണിയൊക്കെ ആയപ്പം ഞങ്ങളുടെ അപ്പുറത്തൊരു വീട്ടിൽ വന്നപ്പം മഹാഭാരതം സീരിയൽ നടക്കുക. പുള്ളിക്കാരത്തി ഒന്ന് നോക്കിയിട്ട് ഞങ്ങളുടെ വീട്ടിൽ വന്ന് പറയുക, TV മേടിക്കുമ്പോൾ നോക്കി മേടിക്കണം. രമണിയുടെ വീട്ടിലെ TV-യിൽ മഹാഭാരതമാണ്, ബാക്കിയുള്ളവരുടെ വീട്ടിലൊക്കെ ഒന്നിനും കൊള്ളാത്ത പരിപാടികളാണ്. പലയിടത്തും പരിപാടിക്ക് പോകുമ്പം പലതരത്തിൽ, ചിലയിടത്ത് പൊളിഞ്ഞു പോകും, ചിലയിടത്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടും. നമ്മുടെ ട്രൂപ്പിൽ തമിഴ് പാടുന്ന ഷൺമുഖൻ എന്ന് പറയുന്ന ഒരാളുണ്ട്. ട്രൂപ്പിൻ്റെ ഓണർ ഒരു ആൻ്റണി ചേട്ടനുണ്ട്. അപ്പം ഒരു തവണ ഞങ്ങൾക്ക് ഈ തമിഴ്നാട് ബോർഡറിലുള്ളൊരു സ്ഥലത്ത് ഒരു പ്രോഗ്രാം കിട്ടി. അപ്പോൾ പ്രോഗ്രാം കിട്ടി, ഞങ്ങൾ അവിടെ പോയിട്ട് ഈ തമിഴ് പാടുന്ന ഷൺമുഖൻ അപ്പോൾ ആ സമയത്ത് അതാണ്ട ഇതാണ്ട അരുണാചൽ എന്നാത്താണ്ടൊക്കെ പാടി ഭയങ്കര പുള്ളിയാണ്. ഷൺമുഖൻ്റെ അംഗം പെട്ടാണ് ആ സമയത്ത് കിടക്കുന്നത്. അപ്പോൾ ആൻ്റണി ചേട്ടൻ മലയാളം പാട്ടുകളും അത്യാവശ്യം ഇടയ്ക്കൊക്കെ പാടുന്ന ആളാണ്. അങ്ങനെ ഈ തമിഴ്നാട് ബോർഡറിൽ ചെന്നിട്ട് ആദ്യം തന്നെ ഷൺമുഖൻ ഒരു പാട്ട് പാടിയപ്പം ഈ ഒരു പ്രേക്ഷകരിൽ ഒരാൾ ഓടിക്കയറി വന്നിട്ടൊരു നോട്ടുമാല ഷൺമുഖൻ ഇട്ട് കൊടുത്തു. അത് ബാക്കിയുള്ളവർക്ക് ആർക്കും അത്ര സൂചിച്ചില്ല. പിന്നെ പോട്ടെ, ഷൺമുഖൻ പാടി ഒരു നോട്ടുമാലയായി. അത് കഴിഞ്ഞ് ആൻ്റണി 2 മലയാളം പാട്ടൊക്കെ പാടി. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഷൺമുഖൻ വന്ന് അടുത്ത തമിഴ് പാട്ട് പാടി. അയാൾ കയറി രണ്ടാമതൊരു നോട്ടുമാല ഇട്ട് കൊടുത്ത്. അത് ട്രൂപ്പിലൊരു ഇച്ചിരി പ്രശ്നമായി. ഇനി ഷൺമുഖൻ ഇനി വെറുതെ പാടിക്കണ്ട കേട്ടോ എന്നൊക്കെ. ശരിക്കും ഇനി 5 പാട്ടുണ്ട് ഷൺമുഖൻ, ഇവർ പാടിക്കണ്ടെന്നൊക്കെ പറയാൻ തുടങ്ങി പൈസ കിട്ടണ കാരണം. പിന്നെ ആൻ്റണി 2 മലയാളം പാട്ട് പാടി. ഷൺമുഖൻ അടുത്ത പാട്ട് പാടിയപ്പോൾ ഇയാൾ 500-ന്റെ നോട്ടൊക്കെ വെച്ചിട്ട് ഒരു മാലയും കൂടെ കൊണ്ടുവന്നങ്ങ് ഇട്ടു. ഇതോടുകൂടി ആൻ്റണി അസ്വസ്ഥനായി. ആൻ്റണി തമിഴ് സുന്ദരിയേ സുന്ദരി എന്നൊക്കെ പറഞ്ഞ മലയാളം പാട്ട് പാടാൻ വേണ്ടി പോകും, കുറച്ച് ചെറിയ 2 കൂടെ ഉള്ളത്. എന്നിട്ടും ഈ ഷൺമുഖന് തന്നെ മാല ഇട്ടിക്കൊണ്ടിരിക്കുക. കുറേ മാല ഇട്ടിക്കഴിഞ്ഞ് ഈഗോയെ അടിച്ചിട്ട് അസൂയ മൂത്തിട്ട് ആൻ്റണിക്ക് ഭ്രാന്തായിട്ട് എന്ത് ചെയ്യണമെന്നൊക്കെ നിൽക്കുമ്പോൾ ഷോ കഴിഞ്ഞപ്പം ഈ മാല ഇട്ട ആൾ സ്റ്റേജിൻ്റെ ബാക്കിലൊക്കെ വന്നിങ്ങനെ ഷൺമുഖം എവിടെ, ഷൺമുഖം എങ്ക എന്നൊക്കെ ചോദിച്ച് ഇങ്ങനെ വന്ന് നിൽക്കുക. അപ്പോൾ ആൻ്റണി ചേട്ടൻ പുള്ളിയോട്, ഹലോ മോശമാണ് ബൈ, മോശം പറയുന്നതുകൊണ്ടൊന്നും തോന്നരുത്, ഞങ്ങളെല്ലാവരും കലാകാരന്മാരല്ലേ, ഇവിടെ ഉള്ള എല്ലാവരും നിങ്ങൾ കാണിച്ച് എല്ലാവരും പാട്ടല്ലേ പാടിയത്, ഷൺമുഖൻ മാത്രമാണോ ഇവിടെ പാടിയത്, വളരെ മോശമായി പോയി ബൈ എന്നൊക്കെ പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞല്ല എന്നാ എല്ലാവരുടെയും പാട്ട് വളരെ നല്ലായിരുന്നത്, എന്താ പാട്ടൊന്നുമല്ല പരുവല്ലേ, എന്നോட തമ്പി ഒരാൾ ഇറந்து പോച്ച്, അയാളുടെ ഒരു അനിയൻ മരിച്ചുപോയി, അവരുടെ പേര് ഷൺമുഖം, ഇവരെ இந்த மாதிரி സ്റ്റേജിൽ വന്ന് ആടത് പാടത് അതെല്ലാം பார்க்குമ്പോൾ ഞാൻ ഇറந்து പോണ തമ്പി മാതിരിയേ തോന്നുന്നത്. തമ്പിയുടെ പേര് ഷൺമുഖം, എൻ തമ്പിയുടെ പേര്, അതിനാൽ താൻ இந்த മാലയെല്ലാം ഞാൻ പോട്ടെ എന്നൊക്കെ പറഞ്ഞപ്പോൾ ആൻ്റണി ചേട്ടൻ ഒരു സെക്കൻഡ് സൈലൻ്റായിട്ട് പുള്ളിയുടെ മുഖത്തേക്ക് നോക്കിയിട്ട് ആൻ്റണി ചേട്ടൻ പറയാം, എൻ്റെ പള്ളിയിലിട്ട പേര് ആൻ്റണി എന്നാണെങ്കിലും എന്നെ വീട്ടിൽ വിളിക്കണത് ഷൺമുഖൻ എന്നാണ്. ഞങ്ങളുടെ അവിടെ ഒരു നാടകക്കാർ വന്നു. അപ്പോൾ ഇപ്പം ഈ ഫോട്ടോ ഒക്കെ എടുക്കാൻ രസമായിട്ടൊക്കെ എല്ലാവരും ഫോട്ടോ എടുക്കുമല്ലോ, ഓരോ വേഷം കെട്ടി നിൽക്കുന്നവരുടെ കൂടെ. അപ്പം ഈ അമ്പലത്തിൽ നാടകത്തിനൊക്കെ വന്നിട്ട് അതിൽ ഒരാൾ അക്ബർ ചക്രവർത്തിയുടെ വേഷം കെട്ടി ഇങ്ങനെ ഒരു പൂവൊക്കെ ഉള്ളൊരു സാധനമൊക്കെ ഇട്ട് കാക്കിയൊക്കെ ഇട്ട്, കാക്കിയല്ല മറ്റേ രാജാപാർട്ടി ഡ്രസ്സൊക്കെ ഇട്ട് സ്റ്റേജിൻ്റെ ബാക്കിൽ കസേരയിട്ട് ഇങ്ങനെ ഇരിക്കുക. ഒരു 20 മിനിറ്റും കൂടെ കഴിഞ്ഞാൽ നാടകം തുടങ്ങും. അപ്പോൾ പുള്ളി ഇങ്ങനെ ഇരിക്കുമ്പം ഈ കർട്ടൻ മാറ്റിയിട്ട് ആൾക്കാരിങ്ങനെ നോക്കുമ്പോൾ പുള്ളിക്ക് കുറച്ചൊരു നോക്കാൻ വന്നതിൻ്റെ ഒരു സന്തോഷത്തിൽ പുള്ളി ചെറിയ ചക്രവർത്തിയുടെ സെറ്റപ്പൊക്കെ പിടിക്കാൻ തുടങ്ങി, ഇങ്ങനെ അനുഗ്രഹമൊക്കെ കൊടുക്കാൻ തുടങ്ങി. പുള്ളി ഇങ്ങനെ ഇരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അതിലൊരാൾ കമ്മിറ്റിയിലെ ഒരു സെക്രട്ടറി പതുക്കെ ചോദിച്ചു, നമുക്കേ പുള്ളിയുടെ കൂടെ ഒരു സെൽഫി എടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഉടനെ അയാൾ എന്താ ചോദിച്ചതെന്ന് ചോദിച്ചു. ഉടനെ ഈ ആൾ തന്നെ ആ പുള്ളിയുടെ കൂടെ സെൽഫി എടുക്കാനാണ് കഥാപാത്രമായിട്ടിരിക്കുകയാണ്, ഞാൻ നാടകം കഴിഞ്ഞിട്ട് വേണമെങ്കിൽ പുള്ളിയുടെ കൂടെ ഒരു സെൽഫി എടുക്കാം, അക്ബർ ചക്രവർത്തിയുടെ കൂടെ സെൽഫി എടുക്കാൻ പറ്റുമോ, പോകോ എന്ന് പറഞ്ഞ് വിട്ട്. പുള്ളി ശരി എന്തേലും ഉണ്ടെങ്കിൽ ഓർത്തു. നാടകം തുടങ്ങുന്നതിന് മുമ്പ് അവിടെ ഇരുന്നൊരു വിളക്കിന്ന് തീ പിടിച്ചിട്ട് പുള്ളിയുടെ കാലങ്ങ് പൊള്ളി. ഇത്രയും പൊള്ളിയിട്ട് പൊള്ളി ഇരിക്കുമ്പോഴത്തേക്ക് എല്ലാവരും കൂടെ ഓടി വന്നിട്ട് പുള്ളിനെ ആശുപത്രി കൊണ്ടുപോകാൻ വന്നപ്പോൾ ഈ സെക്രട്ടറിക്കേ കാറുള്ളൂ. സെക്രട്ടറിയോട് പറഞ്ഞു, വിജയ ചെന്നാൽ കാർ എടുത്താൽ കഴിഞ്ഞപ്പോൾ പുള്ളി നോക്കിയപ്പോൾ ഈ പൊള്ളിയേക്കുന്നത്. ഉടനെ പുള്ളി നോക്കിയിട്ട്, ആ അക്ബർ ചക്രവർത്തിക്കാണോ പുള്ളിയേക്കണേ, കുതിരവണ്ടി വരട്ടെ എന്നിട്ട് പോയാൽ മതി, എൻ്റെ കാറിൽ കൊണ്ടുപോകാൻ പറ്റിയല്ലെന്ന്.